സാമെന്നാൽ മരണമെന്നാണ്, മരണത്തിന് മരുന്നില്ല. ബാക്കി രോഗങ്ങൾക്ക് മരുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ടല്ലോ, ഡോക്ടർമാരെ വിളിച്ചിട്ടുണ്ടല്ലോ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആർക്കും ആരോടും ഡോക്ടറെ പോയി കാണരുത് എന്ന് പറയാൻ പാടില്ല, ചികിത്സ തേടരുത് എന്ന് പറയാൻ പാടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയട്ടെ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസ്റമു ഫീ ആഖിരി ഉംരി, നബി തങ്ങളുടെ അവസാന കാലം തങ്ങൾക്ക് രോഗം വന്നപ്പോ ഫകാന യഫിദു അലൈഹി അതിബ്ബാഉൽ അറബ്, അറേബ്യൻ ലോകത്തുള്ള ഡോക്ടർമാർ നബി തങ്ങളുടെ മുമ്പിലേക്ക് ഹബീബിന്റെ റൂമിലേക്ക് ചികിത്സിക്കാൻ സംഘമായി വരുമായിരുന്നു. നബി തങ്ങൾ വഫാത്താകുന്ന അസുഖത്തിൽ കിടക്കുമ്പോൾ 63-ാമത്തെ വയസ്സിൽ ഹബീബ് ലോകത്തോട് വിട പറയുമ്പോൾ ഹബീബിനെ ചികിത്സിക്കാൻ അറബ് ലോകത്ത് നിന്ന് എത്രയോ ഡോക്ടർമാർ സംഘമായി ഡോക്ടർമാർ വരും. കുറെ പേർ ജോർഡാനിൽ നിന്ന്, കുറെ പേർ ഫലസ്തീനിൽ നിന്ന്, കുറെ പേർ സിറിയയിൽ നിന്ന്, കുറെ ആളുകൾ ജസീറത്തുൽ അറബിന്റെ ഷിമാലിൽ നിന്ന്, എത്രയോ ആളുകൾ യമനിൽ നിന്ന്, എത്യോപ്യയിൽ നിന്ന് ഹബീബിനെ ചികിത്സിക്കാൻ വേണ്ടി ഹബീബിന്റെ റൂമിലേക്ക് ഡോക്ടർമാർ ഒരുപാട് വരാറുണ്ടായിരുന്നു. നബി ഞങ്ങൾക്ക് വരെ മരുന്ന് കുറിച്ച് കൊടുക്കുമായിരുന്നു നബിയെ ചികിത്സിക്കാൻ. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം അള്ളാഹുവിന്റെ ഉന്നതമായ സാമീപ്യത്തിലേക്ക് പോവലാണ്, ഹബീബിനെ കൊണ്ടുപോവലായിരുന്നു. അതുകൊണ്ട് നബി ഞങ്ങൾക്ക് ആ ചികിത്സ ഭരിച്ചിട്ടില്ല. പക്ഷേ നബി ഞങ്ങൾക്ക് ചികിത്സിക്കാൻ ഡോക്ടർമാർ വന്നിട്ടുണ്ടെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ. ഇങ്ങനെയാണ് സംഗതി കിടക്കുന്നത്. രോഗങ്ങൾക്ക് ചികിത്സയുണ്ട്, മരുന്നില്ലാത്ത രോഗം രണ്ടെണ്ണമെന്ന് ചുരുക്കത്തിൽ പറയാം. ഒന്ന് വാർദ്ധക്യം, മറ്റേത് മരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് ചികിത്സിക്കാൻ പറഞ്ഞു നമ്മളോട്. മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ വേണ്ടി പറഞ്ഞു, തേന് കൊണ്ട് ചികിത്സിക്കാൻ പറഞ്ഞു, സൈത്തൂനിന്റെ എണ്ണ കൊണ്ട് ചികിത്സിക്കാൻ പറഞ്ഞു, ഹബ്ബത്തു സൗദ എന്ന് പറയുന്ന കരിഞ്ജീരകം കൊണ്ട് ചികിത്സിക്കാൻ പറഞ്ഞു, ഹിജാമ ചെയ്യണമെന്ന് പറഞ്ഞു, കൊമ്പ് വെക്കണമെന്ന് പറഞ്ഞു. ശരീരത്തിലെ മോശപ്പെട്ട രക്തം എടുക്കുന്ന കൊമ്പ് വെക്കുന്ന ചികിത്സാ രീതി ഹിജാമ എന്ന അറബിയിൽ പറയുന്നത്. ഇതെല്ലാം രോഗങ്ങൾക്ക് ചികിത്സയുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാവീണ്യമുള്ള ഡോക്ടർമാർ അങ്ങനെയാണ് മുസ്ലിം ലോകത്ത് വളർന്നു വന്നത്. ഗാലൻ ഉണ്ട്, ഗ്രീക്ക് ഡോക്ടറായിരുന്ന ഗാലൻ. അദ്ദേഹം മുസ്ലിമല്ല, രോഗിയായി കിടന്നപ്പോ അദ്ദേഹം തന്നെ മനസ്സിലാക്കി തരുന്നൊരു വചനം നമ്മൾ പറയുന്നത്, മരുന്നുകൾ എത്രയോ ഉപയോഗിച്ചാലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എത്രയോ പ്രാവീണ്യമുള്ള ഡോക്ടർ എഴുതി തന്നാൽ തന്നെയും രോഗം ശിഫയാക്കാൻ ആകാശ ലോകത്ത് നിന്ന് തീരുമാനമില്ലെങ്കിൽ ഒരു രോഗവും മാറില്ല. രോഗം മാറ്റിത്തരുന്നത് അള്ളാഹുവാണ്, ഡോക്ടർ അതിന്റെ സബബാണ്. അള്ളാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. എന്നാൽ സബബുകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു അതിന്റെ മുസബ്ബബ് ചെയ്യണമെന്നുണ്ടോ? നിർബന്ധമില്ല. കാരണങ്ങൾ നമ്മൾ ചെയ്യാം. ഒരേ രോഗമുള്ള രണ്ടാളുകൾ, രണ്ടുപേർക്ക് മരുന്ന് കൊടുത്തു, ഒരാൾക്ക് രോഗം ശിഫയാകുന്നു, മറ്റേയാൾക്ക് ശിഫയാകുന്നില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? അള്ളാഹുവിന്റെ ഖദാഇൽ ഒരാൾക്ക് ശിഫയുണ്ട്, മറ്റേയാൾക്ക് ശിഫയില്ല. ഇത് മനസ്സിലാകുന്നു നമ്മൾ, ഇത് നമ്മൾ തിരിച്ചറിയണം. ഗാലൻ എന്ന് പറയുന്ന, ജാലിനൂസ് എന്ന അറബിയിൽ പറയുന്ന ഗ്രീക്കുകാരനായ ഡോക്ടർ, അദ്ദേഹം രോഗിയായി കിടന്നപ്പോ പ്രഗത്ഭനായ ഡോക്ടറാണ് അദ്ദേഹം. ഒന്ന് എൻസൈക്ലോപീഡിയ ഒന്ന് എടുത്ത് നോക്കിയാൽ, വിക്കിപീഡിയ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഗാലൻ ദ ഗ്രീക്ക് ഡോക്ടർ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അദ്ദേഹത്തിന്റെ മെഡിസിനിൽ ചെയ്ത സേവനങ്ങൾ വലുതാണ്. രോഗിയായി കിടന്നപ്പോ അദ്ദേഹം തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് ചികിത്സ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ, ഈ രോഗം ആകാശ ലോകത്ത് നിന്ന് വരുന്നതാണെങ്കിൽ ഭൂമിയിലെ മരുന്ന് കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ, ഉടമസ്ഥനായ രക്ഷിതാവ് സ്രഷ്ടാവായ അള്ളാഹു, മനുഷ്യ ശരീരം പടച്ചു തന്ന അള്ളാഹു, അവനാണ് രോഗം തന്നതെങ്കിൽ അവനത് മാറ്റണം എന്ന് തീരുമാനമില്ലെങ്കിൽ ഒരു മരുന്ന് കുടിച്ചിട്ടും കാര്യമില്ല. ഉടമസ്ഥനായ റബ്ബിന്റെ തീരുമാനവും ഖദാവും ഇറങ്ങി വന്നാൽ അടിമകളായ നമ്മുടെ പേടിക്ക് പിന്നെ അവിടെ സ്ഥാനമില്ല. പേടിച്ചിട്ട് കാര്യമില്ല, ഒതുങ്ങി കൊടുക്കുക തന്നെ. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കണം. രോഗം, രോഗി, ചികിത്സ എന്നത് ഇസ്ലാമിക ലോകത്ത് വളരെ മനോഹരമായി നിലനിന്നിരുന്ന വലിയ വലിയ സ്ഥാനമുണ്ടായിരുന്ന അവസ്ഥയുണ്ട്. ഇറാഖിലും ബഗ്ദാദിലും ഡമസ്കസിലും കൈറോ നഗരങ്ങളിലും ഉണ്ടായിരുന്ന ഡോക്ടർമാർ പഴയ കാലങ്ങളിൽ യൂറോപ്പിലോ അമേരിക്കയിലോ പോലും ഉണ്ടായില്ല.
കുരിശിത്ത കാലത്ത് ഡോക്ടറും അവിടുത്തെ യൂറോപ്പുകാരായ ആളുകൾ എഴുതിയ പുസ്തകങ്ങളിൽ കുരിശിത്തം സാക്ഷിയാവാൻ വേണ്ടി വന്നവർ പുസ്തകം എഴുതിയപ്പോ അവര് പറഞ്ഞു, ബഗ്ദാദിനോളം, ഷാമിനോളം, ഖൈറോയോളം, ഇസ്ലാമിക നഗരങ്ങളോളം ശുദ്ധിയുള്ള, സുരക്ഷിതത്വമുള്ള, ശുചിത്വമുള്ള, വൃത്തിയുള്ള നഗരങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മാറാവ്യാധികൾ ഉണ്ടാകുമായിരുന്നില്ല. എന്തുകൊണ്ട്? ഇസ്ലാം അവരതാണ് പഠിപ്പിച്ചത്. മാറാവ്യാധികൾ മുസ്ലിം സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നില്ലെന്നാണ്. എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് ഇസ്ലാമിന്റെ ചില നിർദ്ദേശങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ ചർച്ച പോകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ദീനിന്റെ ഒരുപാട് നിയമങ്ങളിലൂടെ രണ്ട് വിഷയം നമ്മളോട് പറയുന്നു. ഒന്ന്, രോഗം വന്നാൽ ചികിത്സിക്കണം. മറ്റേത്, രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. ഇത് രണ്ടും നമ്മുടെ ശർഈയായ ബാധ്യതയാണ്. രോഗം വരാതിരിക്കാൻ നമ്മുടെ ശരീരം അമാനത്താണ്. അല്ലാഹു തന്ന അമാനത്താണിത്. നഷ്ടപ്പെടുത്തിക്കൂടാ, അപായപ്പെടുത്തിക്കൂടാ. അങ്ങനെയാണ് നമ്മൾ രോഗം വരുത്തി വെക്കരുത്. അറാബികൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് കൂടെ ഒരു സംഘം ആളുകൾ കടന്നു പോവുകയാണ്. ആ വഴിക്ക് പോകുമ്പോ ആരോ പറഞ്ഞു, ഈ വീടുകളിൽ എവിടെയോ 3 സുന്ദരിമാരായ പെൺകുട്ടികൾ, നല്ല വൈദ്യമറിയുന്ന പെൺകുട്ടികൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാർക്കൊരാവേശം, ഈ പെൺകുട്ടികളൊന്ന് കണ്ടിട്ട് പോകാമെന്ന് മനസ്സിലുണ്ടായൊരു ദുഷിച്ച ചിന്ത. രോഗം ഒരു 3 ആൾക്കും ഒരാൾക്ക് പോലും രോഗമില്ലതാണ്. ഇവർക്കാണെങ്കിലോ അറബികളുടെ ലോകത്ത് കണ്ട ഏറ്റവും സൗന്ദര്യമുള്ള പെൺകുട്ടികളാണ് ഇവരെന്ന് ആരോ ഇവരോട് പറയുകയും ചെയ്തു. ചെറുപ്പക്കാർ, അങ്ങനത്തെ കുറച്ച് ക്രൈസി ബഞ്ച് ഓഫ് പീപ്പിൾ എല്ലാ നാട്ടിലും കാണും. കുറച്ച് വൃത്തിക്കേടൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകൾ. തളങ്കരിന് വൃത്തിക്കേട് പാടില്ലേ, ദയവ് ചെയ്തിട്ട് എനിക്കിത് കേൾക്കാൻ വയ്യാതായിരിക്കണം. തളങ്കരിയിലെ കുട്ടികൾ മയക്കുമരുന്നടിച്ചു. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ജനിച്ചു വളർന്നവരാവില്ല, ഏതെങ്കിലും നാട്ടിൽ നിന്ന് വന്ന് കൂടിയാലാവുന്ന ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. മഹാനായ മാലിക് ദീനാറും അസ്ഹാബും കിടക്കുന്ന ഒരു പള്ളിയുടെ മുറ്റത്തുള്ള ഒരു നാട്ടിൽ പൊന്നിവാസം ചെയ്യുന്ന കുട്ടികളൊന്നും ഉണ്ടാവുമെന്ന് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പത്രങ്ങളിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കഞ്ചാവ് പിടിച്ചു, അത് പിടിച്ചു, തളങ്കരിയിലെ ചെറുപ്പക്കാർ, തളങ്കരിയിലെ കുട്ടികൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെക്കാളും എനിക്ക് വിഷമമുണ്ട്. നിങ്ങളോടല്ലാതെ ആരോടെ ചെന്ന് പറയാം. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് അലേർട്ടാവണം. ഇതൊന്നും അങ്ങനെ മയക്കുമരുന്ന് അടിച്ച് നടക്കാനിടയിൽ മരിച്ചുപോയാൽ എന്തായിരിക്കും അവസ്ഥ? മലക്കുൽ മൗത്ത് അങ്ങനെ കൊണ്ടുപോയാൽ എന്തായിരിക്കും? അതുകൊണ്ട് വൃത്തിക്കിടക്ക് എന്ത് ചെയ്യാ, ഒന്ന് നിർത്താം. പെണ്ണുങ്ങൾ നിർത്തണം. അറിയാലോ, ഞാൻ പറയണില്ലല്ലോ സെൽഫി എടുത്തൊന്നും. ഒരാളെ ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അങ്ങനെ സെൽഫി എടുക്കുക. മൻ അഹബ്ബ ഖൗമൻ ഫഹുവ മഅഹും അൻത മഅ മൻ അഹ്ബബ്ത. ഒരാളുടെ കൂടെ നിൽക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ ആ ഫിലിം സ്റ്റാർ സ്വർഗത്ത് പോണ ആളാണോ നരകത്ത് പോകുന്ന ആളാണോ? നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നു അവരോടൊപ്പമാണ്. മനസ്സിലാക്കിക്കോ. ഇത് മാത്രം മതി അതിന്റെ ഏറ്റവും വലിയ വിപത്തും ഭവിഷ്യത്തും മനസ്സിലാക്കാൻ. അതുകൊണ്ട് നമ്മുടെ തളങ്കരയിലെ പെണ്ണുങ്ങളോ കാസർഗോഡ് ജില്ലയിലോ നമ്മുടെ ഒരു മുസ്ലിം കുട്ടിയും ഇസ്ലാമിന്റെ വേഷം ധരിച്ച് എത്രയോ സാത്വികരായ നല്ല മക്കൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന പണി ദയവ് ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യരുതേ. അള്ളാഹു നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ബോധം കൊടുക്കട്ടെ. അള്ളാഹു നല്ല ബോധം കൊടുക്കട്ടെ. ഒരു ചീത്തപ്പേരും തളങ്കര എന്ന് കേൾക്കാൻ പാടില്ല. ഇവിടുത്തെ ഉറൂസിന് നമ്മുടെ പള്ളിയുടെ നിർമ്മാണം ഗംഭീരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൻ ആദ്യം കടന്നു വന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രോജ്വലിച്ചു നിന്ന ഇസ്ലാമിന്റെ ഈച്ചില്ലമായ ഈ തളങ്കരയിൽ വലിയൊരു മസ്ജിദ് ഉയർന്നു വരികയും അതിനോടനുബന്ധിച്ച് ഇവിടെ ദീൻ കൊണ്ടുവന്നവരുടെ സ്മരണകൾ ഉയർത്തി ഇവിടെ പരിപാടികൾ നടക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ മുമ്പായിട്ട് തന്നെ ഒരു ശുദ്ധീകരണ കലശം നമ്മൾ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് ഇവിടെയാണ് പോലീസുകാരെന്ന് നമ്മൾ ഇടപെടുത്തേണ്ട ആളുകൾ, ഇവിടുത്തെ ചെറുപ്പക്കാർ തങ്ങളുടെ കൂടെയുള്ള ആളുകളെ തിരുത്തി കൊടുക്കണം, നന്നാക്കിയെടുക്കണം. സംസ്കാരവും അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും ഒക്കെ കൃത്യമായും കണിശമായും കൊണ്ടു നടക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമായി നമുക്ക് ജീവിക്കണം. ഇത് കാസർഗോഡ് ജില്ലയുടെ ഹൃദയം അല്ലെങ്കിൽ ശിരസ് എന്നൊക്കെ പറയാവുന്ന ഏറ്റവും പ്രാധാന്യമുള്ള പ്രദേശമാണ്. കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞ നമുക്ക് ഓർമ്മ വരെ മാലിക് ദീനാർ തങ്ങളെയാണ്. അങ്ങനത്തെ ഒരു പ്രദേശത്ത് ഇനി ഒരു പത്രത്തിലും സായന പത്രത്തിലും വേണ്ട, നമ്മുടെ സോഷ്യൽ മീഡിയകളിലും വേണ്ട, ഈ ഭാഗത്ത് നിന്നുള്ള ഒരാളും അത് നമ്മൾ മനസ്സിലാക്കി കേട്ടുപോകരുത്. ദയവ് ചെയ്ത് അള്ളാഹുവിനെ വിചാരിച്ച് നിർത്തിക്കൂടെ. അള്ളാഹു നമ്മുടെ കുട്ടികൾക്ക് നല്ല ബോധം നൽകട്ടെ. ഡ്രഗ് അഡിക്ഷനിലേക്ക്, മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലേക്ക് നമ്മുടെ മക്കൾ പോവാൻ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു കൂട്ടം ചെറുപ്പക്കാർ അങ്ങനെ അറാബികൾ താമസിക്കുന്ന ഒരു വഴിയിലൂടെ കടന്നു പോവാൻ. അപ്പൊ അവിടെ ചികിത്സ ചെയ്യുന്ന
ചെറുപ്പക്കാരികളായ സുന്ദരിമാരുണ്ട് എന്ന് കേട്ടപ്പോ ഇവർക്കൊക്കെ ഒരു മോഹം, അവരെ ഒന്ന് ചികിത്സിക്കാൻ വേണ്ടി പോവാ. ചികിത്സിക്കാൻ പോവാണെങ്കിൽ എന്തെങ്കിലും അസുഖം വേണ്ടേ? അപ്പൊ ഒരുത്തനൊരു പണി ചെയ്തു. ഒരു മരക്കഷ്ണം ഉണ്ടായിരുന്നു, ഒരു മരത്തിന്റെ പുള്ളി, അതെടുത്തിട്ട് കാലിൽ അങ്ങോട്ട് ഉരസി, വല്ലാത്ത ഉരസൽ. അങ്ങനെ കാലിൽ ശരിക്കും തൊലിയിറങ്ങി മുറിവുണ്ടായി. ഇത് ഡെലിബറേറ്റ്ലി ചെയ്തതാണ്, മനഃപൂർവ്വം ഒരു മുറിവുണ്ടാക്കിയതാണ്. അങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ഡോക്ടർമാരുണ്ടോ എന്ന് ചോദിച്ചു. ഇവര് ഒരു നാടകം കളിച്ചു. അപ്പൊ പറഞ്ഞുണ്ട്, ആ വീട്ടിൽ ഒരു പെൺകുട്ടിയുണ്ട്, അവർ നല്ല വൈദ്യം കഴിയുന്ന കുട്ടിയാണ്. അപ്പോ 3 സഹോദരിമാരാണ് ഈ ഡോക്ടർമാർ. അതിൽ ഏറ്റവും ഇളയവൾ സൂര്യന്റെ ജ്യോതിസുള്ള പ്രഭയുള്ള മുഖമുള്ള ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ആ പെൺകുട്ടി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ കാലിലെ മുറിവ് കാണിച്ചു കൊടുത്തു. ഇതാ എന്റെ കാലിലെ മുറിവ് കണ്ടോ? ആ പെൺകുട്ടി പറഞ്ഞു, ഇതേ ഒരു സർപ്പം മൂത്രമൊഴിച്ച ഒരു മരക്കഷ്ണം നിങ്ങളുടെ കാലിൽ ഉരസിയപ്പോൾ ഉണ്ടായ മുറിവാണ്. ഒന്നും പേടിക്കണ്ട, നാളെ നേരം പുലരുമ്പോഴേക്കും ആള് മരിക്കും, ചികിത്സിച്ചിട്ട് കാര്യമില്ല. നേരം വെളുത്തപ്പം മരിക്കുകയും ചെയ്തു. എങ്ങനെ ഈ കുട്ടിക്ക് അതറിയാൻ പറ്റി എന്നത് വൈദ്യശാസ്ത്രത്തിൽ മുസ്ലിം ലോകം എവിടെ എത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സംഭവം മതിയെന്ന്. കാലിലെ മുറിവ് കണ്ടപ്പോഴേ, ഇത് നിങ്ങൾ അറിയാതെ ഒരു മരത്തിന്റെ കമ്പ് നിങ്ങളുടെ കാലിൽ ഉരസിയപ്പോൾ വന്ന മുറിവാണ്. ആ മരത്തിന്റെ കമ്പിൽ ഒരു സർപ്പത്തിന്റെ മൂത്രത്തിന്റെ അംശങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യണ്ട, നേരം വെളുത്താൽ ആള് മരിക്കും, പറഞ്ഞ പോലെ മരിക്കുകയും ചെയ്യുന്നു. രോഗം, അപകടങ്ങൾ നമ്മൾ വരുത്തി വെക്കാൻ പാടുള്ളതല്ല. നിങ്ങൾ സ്വയം നാശത്തിലേക്ക് എടുത്തു ചാടരുത് എന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗത്തിന് ചികിത്സ നൽകണം, പ്രതിരോധം നൽകണം. നമ്മുടെ സാനിറ്റേഷൻ ആൻഡ് പേഴ്സണൽ ഹൈജീൻ, ശുദ്ധി വേണം ജീവിതത്തിൽ. മലയാളികളുടെ ഒരു സ്വഭാവം, നമ്മുടെ വീടുകളിൽ, ഒട്ടുമിക്ക വീടുകളിലും നല്ല വൃത്തിയുണ്ട്, അൽഹംദുലില്ലാഹ്. പക്ഷേ നമ്മൾ പൊതുസ്ഥലങ്ങളിൽ വൃത്തി സൂക്ഷിക്കാറില്ല. നമ്മുടെ ബസ് സ്റ്റാൻഡുകളിൽ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ പണം കൊടുത്ത് ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ പോലും ദുർഗന്ധം ഒന്നും എടുക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ എയർപോർട്ടുകൾ പോലും, ഒരു എയർപോർട്ടൊക്കെ പിന്നെയും കുറച്ച് മെച്ചമുണ്ടെന്ന് വിചാരിക്കാം. എന്താ കോഴിക്കോട് എയർപോർട്ടിന്റെ ഒക്കെ അവസ്ഥ? ഏതെങ്കിലും ഒരു വിദേശിയായ ഒരാൾ വന്ന് പൊളിഞ്ഞ കക്കൂസും പൊളിഞ്ഞ പാട്ടയും വൃത്തികേടായി കിടക്കുന്ന ടോയ്ലറ്റിന്റെ ക്ലോസറ്റും കണ്ടാൽ എന്തായിരിക്കും ഒരു നാടിനോടുള്ള ഇംപ്രഷൻ? പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ഹൈജീൻ സൂക്ഷിക്കുന്നില്ല. അതുകൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാഷാ അല്ലാഹ് നമ്മൾ വളരെ ഉഷാറാണ്. പൊതുസ്ഥലത്തുള്ള പബ്ലിക് ഹൈജീൻ, ഇത് പാലിക്കാൻ വിധങ്ങൾ പറഞ്ഞു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പിഡെമിയോളജി, പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ വരും, പകർച്ചവ്യാധികൾ വരും. ആ സമയത്ത് അതിന് മുൻകരുതൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഴിയെ ഞാൻ ഹദീസുകളിലേക്ക് വരുന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു മഹാമാരി ഉണ്ടായപ്പോ, പ്ലാഗ് രോഗം വന്നപ്പോ, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു കത്തെഴുതി എല്ലാ രാജ്യങ്ങളിലേക്കും, ഇതാ മദീനയിൽ പ്ലാഗ് രോഗമുണ്ട്, മദീനക്കാരും പുറത്തു പോകരുത്, പുറം രാജ്യക്കാരും മദീനയിലേക്ക് വരികയും വേണ്ട, അവരവന്റെ നാട്ടിൽ നിന്നോ ഈ പ്ലാഗ് രോഗം തീരുന്നവരെ പുതിയ ആളുകൾ മദീനത്തേക്ക് കടന്നു വരണ്ട, മദീനക്കാർ പുറത്തു പോവുകയും ചെയ്യരുത് എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഒരാൾ അതിന്റെ ഇടയിൽ നിന്ന് കയറി ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ അതഫിറു മിൻ ഖദരില്ലാഹ്, അമീറുൽ മുഅ്മിനീൻ അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് ഓടുകയാണോ? അല്ല വിചാരിച്ചതല്ലേ നടക്കുള്ളൂ. ആളിങ്ങോട്ട് വന്നാൽ എന്താ, മദീനക്കാരെ പുറത്തു പോയാൽ എന്താ, എന്തിനാ നിങ്ങൾ അത് തടഞ്ഞു വെക്കുന്നത് എന്ന്, നിങ്ങൾ അല്ലാഹുവിന്റെ ഖലാഇൽ നിന്ന് ഓടുകയാണോ എന്ന് ചോദിച്ചപ്പോ അമീറുൽ മുഅ്മിനീൻ കൊടുത്തൊരു മഹത്തായ മറുപടിയുണ്ട്. നഫിറു മിൻ ഖദരില്ലാഹ് ഇലാ ഖദരില്ലാഹ്, അല്ലാഹുവിന്റെ ഒരു ഖദറിൽ നിന്ന് അല്ലാഹുവിന്റെ മറ്റൊരു ഖദറിലേക്കാണ് നമ്മൾ ഓടുന്നത്. അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് ഒളിച്ചോടുകയല്ല. സുരക്ഷിതത്വം പാലിക്കാനും പകർച്ചവ്യാധികൾ തടയിടാനും വേണ്ടി നമ്മളോട് ഇങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നതും അല്ലാഹുവിന്റെ ഖദാഇന്റെ ഭാഗമാണ്. ഇത് റബ്ബിന്റെ ഖദറിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ ശരീഅത്താണ് നമ്മുടേത്. അതുകൊണ്ട് പകർച്ചവ്യാധികൾ പരക്കാതെ നമ്മുടെ കൊതുകുകൾ അതുപോലെയുള്ള സംഗതികളൊക്കെ ഓരോരുത്തരും അവനവന്റെ ഒരു ഇനിഷ്യേറ്റീവ്, എല്ലാം മുനിസിപ്പാലിറ്റിക്കാർ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കരുത്, കോർപ്പറേഷനുകൾ ചെയ്യട്ടെ, പഞ്ചായത്ത് ചെയ്യട്ടെ എന്ന് കാത്തിരിക്കരുത്. ഓരോരുത്തരും അവനവന്റെ വീടിന്റെ മുമ്പിൽ ദുർഗന്ധം വമിക്കുന്ന ഈ ഡ്രെയിനേജുകളെ വൃത്തിയാക്കാൻ ബാധ്യസ്ഥരാണ് ശർഈന്റെ കാഴ്ചപ്പാടിൽ തെളിവുകൾ വഴിയെ പറയുന്നു. ന്യൂട്രീഷൻ, ഏറ്റവും നല്ല ഹലാലായ ഭക്ഷണം. എല്ലാ മുർസലീങ്ങളോടും അല്ലാഹുവിന്റെ തീരുമാനം അതാണ്, കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. നിങ്ങൾ ഏറ്റവും നല്ല ശുദ്ധിയുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം, നമ്മുടെ റെസ്റ്റോറന്റുകളിൽ സെർവ് ചെയ്യുന്ന ഭക്ഷണം സുരക്ഷിതമാണോ അല്ലെങ്കിൽ ആരോഗ്യമുള്ളതാണോ വൃത്തിയുള്ളതാണോ എന്ന് ശർഅ് ഉറപ്പുവരുത്താൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് സെക്സ് ഹൈജീൻ, മനുഷ്യന്റെ
ശാരീരികമായ വൈകാരികമായ ആഗ്രഹങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഭാഗത്ത് അവിടെയും വൃത്തി വേണം, ശുദ്ധി വേണം എന്ന് പറഞ്ഞു പരിശുദ്ധ ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ഭാര്യയെ സമീപിക്കുന്നിടത്ത് ശുദ്ധി വേണമെന്നാണ്. അതുകൊണ്ടാണ് സ്ത്രീകളുടെ പീരീഡുള്ള സമയത്ത് നിങ്ങൾ വിട്ടുനിൽക്കണമെന്ന് ശറഅ് പറയാൻ കാരണം. അതുകൊണ്ടാണ് ഹൈദിന്റെ ശേഷവും ശാരീരിക ബന്ധങ്ങൾക്ക് ശേഷവും നിങ്ങൾ കുളിക്കണം, വൃത്തിയാവണമെന്ന് ശറഅ് പറയുന്നത്. വ്യഭിചാരം ചെയ്തു പോകരുതെന്നും വ്യഭിചാരമോ അതുപോലെയുള്ള ഹോമോസെക്ഷുവാലിറ്റി പോലെയുള്ള അപകടങ്ങൾ സമൂഹത്തിൽ പാടില്ലെന്ന് ശറഅ് പറയാൻ കാരണം സെക്സ് ഹൈജീൻ ഈ ഉമ്മത്തിൽ വേണമെന്ന ശറഇന്റെ താല്പര്യമാണ്, അല്ലാഹുവിന്റെ നിർബന്ധമാണ്. വേറെയുണ്ട് മെന്റൽ ആൻഡ് സൈക്കിക് ഹൈജീൻ. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ മനസ്സിനും വൃത്തി വേണം. അതുകൊണ്ടാണ് അസൂയാലുക്കൾ. നമ്മുടെ കാസർഗോഡ് ഭാഗങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എപ്പോഴും വേറൊരുത്തന്റെ കാര്യം ആലോചിക്കാൻ വളരെ മിടുക്കന്മാരാണ് നമ്മൾ. അയൽപക്കത്ത് റോഡിലൂടെ പോകുന്നവൻ, നാട്ടുകാരന്റെ വിഷയം, സ്വന്തം കുഴപ്പങ്ങളൊന്നും കാണൂല്ല, നാട്ടുകാരുടേത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയിരിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ചില ആളുകൾക്കെങ്കിലും ഉണ്ടെന്നതൊരു ദുഃഖ സത്യമാണ്. ഇല്ലേ? ഇല്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ കല്യാണ മുടക്കുകൾ ഉണ്ടാകുന്നത്. ആണ് മറ്റുള്ളവന്റെ വിഷയത്തിൽ ഇടപെടുക. അതുകൊണ്ടാണ് ഗീബത്തും നമീമത്തും പരത്തിവിടുന്ന സോഷ്യൽ മീഡിയകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ഭാഗത്തുള്ള ചില ആളുകളുടെ ഇനിഷ്യേറ്റീവ് ഈ അസുഖത്തിന്റെ ഭാഗമാണ്. അസൂയകളും അഹങ്കാരവും കൽബിന്നെടുത്തു മാറ്റണം. മനുഷ്യന്റെ മെന്റൽ ഹൈജീൻ, മനുഷ്യന്റെ മനസ്സ് ശുദ്ധമാവണം, ബ്രെയിൻ ശുദ്ധമാവണം എന്ന് ശറഅ് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുണ കാണിക്കാൻ വേണ്ടി പറയുന്നു, ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറയുന്നു എല്ലാ രീതിയിലും. അതുകൊണ്ടാണ് ഗാംബ്ലിംഗ് പാടില്ലെന്ന് പറഞ്ഞത്. ഇങ്ങനെ ചൂതാട്ടം പോലെയുള്ള കളികൾ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ പെണ്ണുങ്ങൾ ബിസിനസ് നടത്തുന്നു എന്നാണ് കേട്ടത്. വീടുകളിൽ സ്വന്തം സ്വർണ്ണമാലകളൊക്കെ പണയം വെച്ചിട്ട് പൈസ എടുത്തിട്ട് പലിശ കൊടുക്കുക. എങ്ങനെയുണ്ട്? ഭർത്താക്കന്മാര് കച്ചവടം പൊളിയുമ്പോഴാണ് അറിയണത്. ഇങ്ങനെയൊക്കെ തവണ വ്യവസ്ഥകളിൽ ഇത് വാങ്ങിച്ചു പോയവർ പിന്നെ പൈസ തിരിച്ചു വരാതെ വരുമ്പോഴാണ് പെണ്ണുങ്ങൾ പറയണത്, പിന്നെ ഞാനൊരു ബിസിനസ് കുറച്ച് കൊല്ലായി നടക്കാൻ തുടങ്ങി, ഇപ്പോൾ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോഴയ്യാ റഹ്മാനെ, എന്നോട് പോലും പറയാതെ ഈ ഒരു ബിസിനസ് നീ വീടിൻ്റെ ഉള്ളിൽ ഒപ്പിച്ചല്ലേ, എന്ത് പച്ചയായ ഹറാമിന്റെ ബിസിനസ്. സുബ്ഹാനല്ലാഹ്, അറിഞ്ഞിട്ടില്ലേ? എന്തൊരു അറിയാത്ത പോലെ ഇരിക്കണേ. ഇവിടെ നടക്കണില്ലേ? അങ്ങനെ നടക്കുന്നുണ്ട്. പലിശ ഇടപാടുകൾ ഒരു സമൂഹത്തിൽ ഉണ്ടായാൽ അവിടെ ഫൈനാൻഷ്യൽ സ്റ്റിഞ്ചിനെസ്, ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒരു സമൂഹത്തിന്റെ നിർബന്ധമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശ ഇടപാടുകൾ വരുമ്പോ നമ്മുടെ മെന്റൽ ആൻഡ് സൈക്കിക് ഹൈജീൻ, മനസ്സുകളിൽ പകയും വിദ്വേഷവും മനസ്സുകളിൽ സങ്കടവും ഭാരവും വരുന്ന വിഷയമാണത്. അത് വാങ്ങിക്കുന്നവന്, കൊടുക്കുന്നവന്, ഏറ്റെടുക്കുന്നവന്, ഇടപാടുകാരൻ എല്ലാവർക്കും. അതുകൊണ്ടാണ് ശറഅ് പാടില്ലെന്ന് പറയാൻ കാരണം. പിന്നെ ബോഡി ബിൽഡ്സ്, നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഓടാനും ചാടാനും എക്സസൈസ് ചെയ്യാനും സ്വിമ്മിംഗ് വരെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അല്ലിമു ഔലാദകും അസ്സിബാഹ, രോഗം വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ്, രോഗം തടയാനുള്ള, രോഗം തടുക്കാനുള്ള, രോഗിയായി പോകരുത് എന്ന ആവശ്യം കൊണ്ട് ശറഅ് നമ്മളോട് പറഞ്ഞതാ. മക്കൾക്ക് നിങ്ങൾ നീന്താൻ പഠിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഇത് പറയുമ്പോ മക്കയിൽ ഒരു കുളമോ ഒരു തോടോ ഒരു പുഴയോ മക്കയിലില്ലെന്നറിയണം. മക്ക കടലിന്റെ വക്കത്തല്ലെന്നറിയണം. മദീനയിൽ ഒരൊറ്റ കുളമാണ് ഉണ്ടായിരുന്നത്, ഒരൊറ്റ കുളം. അതിൽ നബിതങ്ങൾ നീന്തിയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ആ കുളം അവിടെ കാണാനില്ല. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, എല്ലാ മക്കൾക്കും നിങ്ങൾ, മുസ്ലിമീങ്ങളായ ആളുകൾ അവരുടെ മക്കൾക്ക് സ്വിമ്മിംഗ് പഠിപ്പിക്കണമെന്ന് പരിശുദ്ധ നബിതങ്ങളാണ് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിക്കണം. അൽ ഫുറൂസിയ, ഹോഴ്സ് റൈഡിംഗ്, കുതിരയോട്ടം പഠിപ്പിക്കണം. വരിമായ, ആർച്ചറി പഠിപ്പിക്കണം നിങ്ങളുടെ മക്കൾക്കെന്ന്. വൽ ഖുർആൻ വതിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതാനും പഠിപ്പിക്കണം. വഹുബ്ബി നബിയിക്കും വഹുബ്ബി അഹ്ലി ബൈതിഹി, ഹബീബിനെ സ്നേഹിക്കാനും അവിടുത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാനും പഠിപ്പിക്കണേ. ഇതൊക്കെ പറഞ്ഞ നബിതങ്ങൾ സ്വിമ്മിംഗ് ചെയ്യാൻ മക്കളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. നീന്താൻ അറിയുന്നവർക്കൊന്ന് കൈപൊക്കിയാട്ടെ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പണ്ടൊരു മാഷും ഒരാളും തോണിയിൽ പോയ കഥ പറയാറുണ്ട്. പുഴക്ക് നടുവിലെത്തിയപ്പോഴാ തോണി തുഴഞ്ഞു കൊണ്ടുപോകുന്ന ആളോട് മാഷ് ചോദിച്ചത്, രണ്ടാളേ ഉള്ളൂ, പുഴക്ക് നടുവിലെത്തിയിട്ടുണ്ട്, അയാൾ അക്കരെ കിടക്കാണ്. മാഷ് ചോദിച്ചു, അല്ല എത്ര വരെ പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ വല്ലാതൊന്നും പഠിച്ചിട്ടില്ല, ചെറുപ്പം മുതലേ ഈ ജോലിയിലാണ്. എന്നാൽ നിങ്ങളുടെ പകുതി ജീവൻ കഴിഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിന്റെ പകുതി നിങ്ങൾക്ക് നഷ്ടമായി. മാഷേ നീന്തറിയോ എന്ന് ചോദിച്ചു. നിങ്ങളെ ജീവൻ മുഴുവൻ പോയി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. പുഴന്റെ നടുവിലെത്തിയപ്പോഴാ ഇതും അറിയാണ്. നീന്തറിയോ? ഇല്ല, നിങ്ങളുടെ ജീവിതം മുഴുവൻ പോയി, എന്റെ പകുതിയല്ലേ പോയിട്ടുള്ളൂ. നീന്തൽ അറിയണം. നീന്തൽ കോൺഫിഡൻസ് ഉണ്ടാക്കുമെന്നാണ്. വെള്ളം കാണുമ്പോൾ പേടി വരുന്ന കുട്ടികളുണ്ട്, നീന്തം അറിയാത്തവർക്ക് ഭയം വരും. എന്തായി പോകുന്നു?
ഇത് പഠിപ്പിച്ചത് ഇതെല്ലാം നമ്മുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് ശറഅ് പഠിപ്പിച്ച വിഷയമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോഗ്യമുള്ള ഒരു സാഹചര്യം നമ്മുടെ വീടുകളിൽ വേണമെന്ന് പഠിപ്പിക്കുകയാണ്. എങ്ങനെ? സയൻസ് പഠിക്കണമെന്ന് പഠിപ്പിച്ചിട്ട് ആരോഗ്യം, ശുദ്ധിയും ഹൈജീനും വേണമെന്ന് പഠിപ്പിക്കുക. ആദ്യമായി വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ എന്താണ് അതിനർത്ഥം? വായിക്കുക, പഠിക്കുക, നിങ്ങൾ അറിയണം, പഠിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത സൂറത്തിൽ വരുന്ന ഭാഗം എന്താണ്? ഫസിയാബക ഫതുഹിർ. വസ്ത്രം വൃത്തിയാക്കണം നബിയേ. സിയാബക ഫതുഹിർ, വസ്ത്രം വൃത്തിയാക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിന്റെ വീട്ടിലേക്ക് വരാതെ ഇച്ചിരി താമസിച്ചു പോയപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ, കുറെ ദിവസമായല്ലോ വന്നിട്ട്, എന്തേ വരാതിരുന്നത്? കുറെയായല്ലോ വന്നിട്ട്. യാ റസൂലല്ലാഹ്, നബിയേ, വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിനാ. ഞങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹു ഞങ്ങളോട് ഇറങ്ങി വരാൻ പറയാതെ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല നബിയേ. അത് മാത്രമല്ല, അങ്ങയുടെ വീടിന്റെ അകത്ത് അന്നൊരിക്കൽ ഒരു നായയുടെ ചെറിയ കുട്ടി, ജർവ് എന്ന് പറയുന്ന ഒരു നായക്കിടാവ്, നായയുടെ ചെറിയ കുഞ്ഞ്, ഒരു ചെറിയ പട്ടിക്കുട്ടി എന്ന് പറയാം, ഒരു ചെറിയ പപ്പി, അതവിടെ ചത്തുകിടപ്പുണ്ടായിരുന്നു നബിയെ. അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബിനോട് പറഞ്ഞത് മുഫസ്സിരീങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഏതോ ഒരു ചെറിയ കാട്ടുജീവി, ജർവ്, കാട്ടുജീവി എന്നർത്ഥമുണ്ട് അതിന്. നായയുടെ കൊച്ചുകുട്ടിക്കും ജർവ് എന്ന് പറയും. ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയാണ്, അത് നബി തങ്ങൾ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള അല്ലെങ്കിൽ ടോയ്സ് ആവശ്യമാണ് എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും അനുവദിച്ചു കൊടുക്കുകയും ചെയ്തതിന്റെ ഭാഗമായി ഉലമാ ഉദ്ധരിക്കാറുണ്ട്. ഒരു ചെറിയ കുഞ്ഞ്, അതിന് രസാണ്. ചെറിയ കുഞ്ഞ് അത് ഇഷ്ടമായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അതിനെ എടുത്ത് കളിപ്പിച്ചു എന്നതിന് അർത്ഥമില്ല. വീടിന്റെ പരിസരത്ത് കാണാറുണ്ട്, അതിനെ കാണുമ്പോൾ ഒരു ഇഷ്ടമുണ്ട്. ഒരു പൂച്ചയെ കാണുമ്പോൾ ഇഷ്ടം തോന്നുന്ന പോലെ അതിനെ കെട്ടിപ്പിടിച്ച് ബെഡിൽ കൊണ്ടുപോയി ഇറക്കി എന്നൊന്നും ഇതിനർത്ഥമില്ല. ആ ചെറിയ നായക്കിടാവ് റൂമിന്റെ ബെഡിന്റെ അടിയിൽ പോയി കിടന്നുറങ്ങി. അത് ചത്തുപോയ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരാതിരുന്നതെന്നും ഫഇന്നനാ, തീർച്ചയായും ഞങ്ങൾ കടന്നു വരില്ല നബിയെ ചില വീടുകളിലേക്ക് അവിടെ തിംസാൽ രൂപങ്ങളുണ്ടെങ്കിൽ, ബിംബങ്ങളെ പോലെയുള്ള ജീവികളുടെ രൂപങ്ങളുണ്ടെങ്കിൽ, തസ്വാവീർ പിക്ചറുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ വരികയില്ല. ജീവജാലങ്ങളുടെ രൂപങ്ങളുള്ളിടത്ത് ഔ കൽബുൻ, നായകളുള്ളിടത്തും ഞങ്ങൾ വരില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് പറഞ്ഞത് ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോ ഹൈജീൻ, വൃത്തിയുള്ളിടത്തെ മലക്കുകൾ പോലും വരികയുള്ളൂ. അത് നുബുവത്തിന്റെ ആദ്യകാലങ്ങളിൽ നടന്ന, മദീനയിലേക്ക് കടന്നു വന്നതിന്റെ ആദ്യകാലങ്ങളിൽ നടന്ന ഒരു സംഭവമായി മഹാനായ അല്ലാമ ഇബ്നു കസീർ തങ്ങൾ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൃത്തിയുടെ കാര്യം പഠിപ്പിച്ചുകൊണ്ട് ആദ്യം ഒരാൾ മുസ്ലിം ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരാൾ പറഞ്ഞു മുസ്ലിമാവും, കലിമത്തു ഷഹാദ ചൊല്ലുന്നതിന്റെ മുമ്പ് അയാളോട് കുളിക്കാൻ പറയണം. അൽ ഇസ്തിഹ്മാം, കുളിക്കണം. കുളിച്ചതിന്റെ ശേഷമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ശുദ്ധി അതിന്റെ ഭാഗമാണ്. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് സുജൂദിലേക്ക് പോകുമ്പോൾ, നിസ്കരിക്കാൻ വേണ്ടി ചൊല്ലുമ്പോൾ നമ്മൾ കൈകാലുകൾ കഴുകുന്നില്ലേ? അങ്ങ് ശുദ്ധി വരുത്തുന്നില്ലേ? അത് ശറഅ് പഠിപ്പിച്ചതിന്റെ ഭാഗമാണ്. അത് മാത്രമല്ല, തങ്ങൾ പറഞ്ഞു ഖല്ലിം മദ്ഫാറക, നഖം മുറിക്കണേ, നഖം മുറിക്കണേ. ഇനി നഖം വളർത്തുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണേ. ഫഇന്ന ശൈത്വാന യഖഉദു അലാ മാ ത്വാല മിൻഹാ, നഖങ്ങളിൽ വളർന്നു നിൽക്കുന്ന നഖങ്ങളുടെ മേൽ പിശാച് നിൽക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആണുങ്ങളും പെണ്ണുങ്ങളും നഖം വളർത്തുന്നവരുണ്ടെങ്കിൽ ശറഅത്തിനെതിരാണ്, നഖം മുറിക്കണം എന്നാ പറഞ്ഞത്. നഖം വളർത്തുന്നവരും ആണുങ്ങളും പെണ്ണുങ്ങളും അറിയുക, പിശാച് നീളമുള്ള നഖങ്ങളിൽ വന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് രോഗപ്രതിരോധത്തിന് വേണ്ടി നമ്മളോട് പറഞ്ഞു തന്ന ഓരോരോ കാര്യങ്ങൾ, ശരീരം വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞത്. ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും ബാധ്യതയാണ് അൻ യഗ്തസില കുല്ല 7 അയ്യാം. വാട്ടർ ടാപ്പുകളില്ലാത്ത മദീനയിൽ, എമ്പാടും കുളങ്ങളില്ലാത്ത മദീനയിൽ, വെള്ളം വളരെ ദൗർലഭ്യമായ മദീനയിൽ, പുഴകളില്ലായിരുന്ന മദീനയിൽ, കടലിന്റെ വക്കത്തല്ലായിരുന്ന മദീനയിൽ, വെള്ളം വളരെ കുറച്ചു മാത്രം കിട്ടുന്ന മദീനയിൽ തങ്ങൾ പറഞ്ഞതാണ് ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും, ആണിനും പെണ്ണിനും, വലിയവർക്കും ചെറിയവർക്കും ബാധ്യതയാണ് അൻ യഗ്തസില കുല്ല 7 അയ്യാം. മിനിമം 7 ദിവസം കഴിയുമ്പോഴേക്കും കുളി നിർബന്ധമാണ്, കുളിച്ചിരിക്കണം നിർബന്ധമായും. യൗമൻ യഗ്സിലു ഫീഹി റഅസഹു വജിസ്മഹു, തലയും ശരീരവും നനയുമാർ 7 ദിവസം കൂടുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുളിക്കൽ അനിവാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡെയിലി കുളിക്കുന്നവർ കുളി നിർത്തണ്ട, മിനിമം ഇത്രയെങ്കിലും ചെയ്യണമെന്നാണ്. 7 ദിവസം ആകുമ്പോഴേക്കും
തലയിൽ നനച്ചുകൊണ്ട് ശരീരം മുഴുവനും നനച്ച് കുളിക്കണമെന്ന് പറഞ്ഞു. വെള്ളം കിട്ടാത്ത സാഹചര്യത്തിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെ? വൃത്തി വേണം, വൃത്തി വേണം, രോഗപ്രതിരോധത്തിന് വൃത്തി വേണം. വിവാഹിതങ്ങൾ പറയുമായിരുന്നു, 5 കാര്യങ്ങൾ മനുഷ്യന് അള്ളാഹു നൽകുന്ന പ്രകൃതിയാ നൽകുന്ന ദീനിന്റെ അനിവാര്യമായ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് 5 എണ്ണം. 1 അൽ-ഇസ്തിഹ്ദാദ്, ശരീരത്തിൽ നിന്ന് അൺവാണ്ടഡ് ഹെയറുകൾ റിമൂവ് ചെയ്യുന്നത്, ശരീരത്തിന്റെ ഗുഹ്യഭാഗങ്ങൾ വൃത്തിയാക്കുന്നത്, മുടികളെടുത്ത് നീക്കുന്നത് ഈ ദീനിന്റെ സംശുദ്ധമായ അടിസ്ഥാനമായ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. വൽ ഖിതാൻ, ചേലാക്രമം ചെയ്യുന്നത്. ഖസ്സുശാരിബി, മീശ മുറിച്ചെടുക്കുന്നത്, മീശ ഷേവ് ചെയ്യുന്നതല്ല, മീശ കട്ട് ചെയ്യുന്നത്. നത്ഫുൽ ഇബ്തി, ആംപിറ്റിലുള്ള കക്ഷത്തിലുള്ള മുടികൾ നീക്കിക്കളയുന്നത്. തഖലീമുൽ അദാഫിരി, തഖലീമുൽ അദാഫിർ, നഖങ്ങൾ മുറിച്ചു കളയുന്നത് ഈ ദീനിന്റെ ഫിത്രത്തിൽപ്പെട്ടതാണ്, ദീനിന്റെ അടിസ്ഥാനപരമായ ദീനിന്റെ ആശയങ്ങളിൽപ്പെട്ടതാണ് ഈ 5 കാര്യങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിതങ്ങൾ തന്നെ പറയട്ടെ, ഇദാ തവല്ലഅ അൽ അബ്ദു, ഒരാൾ വുളു എടുക്കുകയും ഫഗസല യദൈഹി, കൈ കഴുകുകയും ചെയ്താൽ, ഖറജത്തിൽ ഖതായ മിൻ യദൈഹി ഹത്താ തഖറുജ മിൻ തഹ്തി അദ്ഫാരി യദി, കൈ കൊണ്ട് ചെയ്ത പാപങ്ങൾ എല്ലാം പൊടിഞ്ഞു പോകും നഖത്തിന്റെ ഉള്ളിൽ നിന്ന് പോലുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ കൈ കഴുകണമെന്ന് പറഞ്ഞു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും കൈ കഴുകണമെന്ന് പറഞ്ഞു, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കൈ കഴുകണമെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റാലും കൈ കഴുകാൻ പറഞ്ഞിട്ടുണ്ട്. രോഗിയെ ചെന്ന് സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ കൈകൾ സാനിറ്റൈസ് ചെയ്യണം, കൈ കഴുകണം, വൃത്തിയാക്കണം. രോഗിയെ സന്ദർശിച്ച് തിരിച്ചു വരുമ്പോഴും കൈ കഴുകൽ സുന്നത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ശൈത്വാന ഹസ്സാസ്, പിശാച് വളരെ സെൻസിറ്റീവാണ്. ഹസ്സാസ്, സെൻസിറ്റീവാണ് ആള്. ഫഹ്ദറൂഹു അലാ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിലേക്ക് പിശാച് കയറി വരുന്നത് നിങ്ങൾ നന്നായി സൂക്ഷിക്കണേ. മൻ ബാത വഫീ യദിഹി ഗംറുൻ, നിങ്ങൾ ആരെങ്കിലും കടന്നുറങ്ങാൻ പോകുമ്പോൾ കൈകളിൽ ഗംറുണ്ടെങ്കിൽ, ഗംർ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കൈകളിലുണ്ട്, അങ്ങനെയാ ഉറങ്ങാൻ ചെല്ലുന്നത്. കൈ കഴുകാതെ നിങ്ങൾ ഉറങ്ങാൻ ചെന്നു, അങ്ങനെ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും അസുഖമോ രോഗമോ വന്നാൽ സ്വന്തം ശരീരത്തെ മാത്രം അവൻ ചീത്ത പറഞ്ഞാൽ മതി, ആരെയും കുറ്റം പറയണ്ട, അവനാണ് അതിന് ഉത്തരവാദി. ഭക്ഷണം കഴിച്ച അവശിഷ്ടം കയ്യിൽ വെച്ചുകൊണ്ട് വായിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് അവൻ കടന്നുറങ്ങുക? അത് കഴുകേണ്ടതായിരുന്നു. വായ വൃത്തിയാക്കൽ സുന്നത്തുണ്ട്. ഉറങ്ങും മുമ്പേ ബ്രഷ് ചെയ്യൽ സുന്നത്താൻ. നമ്മൾ പറയും, ടീച്ചേഴ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഡോക്ടർമാർ പറയാറുണ്ട്, മുത്തനബി തങ്ങൾ പഠിപ്പിച്ചു. ഇത് ഈ ഉമ്മത്തിന്റെ തുബീബും ഉമ്മത്തിന്റെ ഡോക്ടറുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അസ്വാഖു മത്ഹറത്തുൽ ലിൽ ഫമി, ബ്രഷ് ചെയ്യുന്നത് വായക്ക് ശുദ്ധിയാക്കാൻ നല്ലതാണ്. വമർളാത്തുൽ ലിറബ്ബി, ഉടമസ്ഥനായ അല്ലാഹുവിനെ തൃപ്തിയുള്ളതുമാണ് മിസ്വാക്ക് ചെയ്യുന്നത്, ബ്രഷ് ചെയ്യുന്നത്. എത്രയും നല്ല കൂലിയുള്ളതല്ലേ അത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സോപ്പിന്റെ ഉപയോഗമില്ലാതിരുന്നതിന്റെ പേരിൽ, ഡിറ്റർജന്റുകൾ ഇല്ലാതിരുന്നതിന്റെ പേരിൽ നബി തങ്ങൾ പാത്രങ്ങൾ കഴുകാൻ മണ്ണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. പാത്രത്തിലെ അവശിഷ്ടങ്ങളൊക്കെ എല്ലാം ശരിക്കും വൃത്തിയാവാൻ നിങ്ങൾ മണ്ണ് ഉപയോഗിച്ച് കഴുകണേ എന്ന് പറഞ്ഞു. പ്രീ സോപ്പ് കാലഘട്ടങ്ങളാണത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പോലെയുള്ള ലോഷനുകളോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ലിക്വിഡുകളോ ഇല്ലാത്ത കാലത്ത് മണ്ണ് ഉപയോഗിച്ച് നിങ്ങളുടെ പാത്രങ്ങൾ കഴുകണമെന്ന് 1400 കൊല്ലം മുമ്പ് പറഞ്ഞ ഹബീബ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി പറയുമായിരുന്നു, ഔഖൂ ഖിറബകും, നിങ്ങളുടെ പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കണേ. ബിസ്മില്ല പറയണം. പാത്രങ്ങളിൽ ഭക്ഷണം എടുത്തു വെച്ചത് മൂടി വെക്കണം. നമ്മുടെ റോഡ് സൈഡുകളിൽ ഭക്ഷണം വെക്കുന്ന തട്ടുകടക്കാർ, വലിയ രസമാണ് എല്ലാവർക്കും തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കുന്നത്. ചിലക്ക് വൃത്തി ഉണ്ടാകുന്നൊക്കെ പറയാറുണ്ട്. അല്ലാഹു അഅലം. ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് പൊടിപാറുന്ന വാഹനങ്ങളുടെ കാർബൺ തിക്ക് പുകകളാണ്, കറുത്ത കാർബണാണ് നമ്മുടെ വാഹനങ്ങളുടെ എഞ്ചിനുകളിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതെല്ലാം ഭക്ഷണങ്ങളിലേക്ക് കയറി ചെന്ന് പൊടിപടലങ്ങൾ പോലും തടഞ്ഞു നിർത്താൻ കഴിയാതെ, ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ ഓപ്പൺ എയറിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒരു മുസ്ലിമിന് എങ്ങനെ കഴിക്കാൻ കഴിയും? മുനിസിപ്പാലിറ്റിക്കാർ വന്നിട്ട് അത് വൃത്തിയാക്കണം, ഇത് ചെയ്യണം, അത് ചെയ്യണം എന്ന് പറയുമ്പോ നമ്മൾ പറയും, ഇവരെന്താ നമുക്ക് ജോലി തരണോ, നമുക്ക് ചെലവുണ്ടാക്കുകയാണോ?
മുസ്ലിമീങ്ങളായ ആളുകൾ അത് പറയല്ലേ, നമ്മുടെ നബിയാ പറഞ്ഞത്. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പാത്രങ്ങൾ മൂടി വെക്കണം. ഭക്ഷണം ഉണ്ടാക്കി വെച്ചത് വൃത്തിയുള്ള സ്ഥലത്തേ നിങ്ങൾ പാകം ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ബിസ്മില്ല പറയണം. പാത്രങ്ങൾ മൂടി വെക്കണം. പാത്രത്തിൽ നിങ്ങൾ വെള്ളം ഉപയോഗിക്കുന്ന തോൽ സഞ്ചികൾ നിങ്ങൾ കെട്ടിവെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന്റെ പാത്രം മൂടി വെക്കണേ. നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തലികകൾ മൂടി വെക്കണേ. കാരണം വർഷത്തിൽ ഒരു രാത്രിയുണ്ട്. ആ രാത്രിയിൽ മാരകമായ അണുക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഏതെങ്കിലും മൂടിവെക്കാത്ത പാത്രങ്ങൾക്ക് മുകളിലൂടെ, അല്ലെങ്കിൽ മൂടിവെക്കാത്ത വെള്ളപാത്രങ്ങൾക്ക് മുകളിലൂടെ ആ രാത്രി കടന്നു പോവുകയാണെങ്കിൽ ആ രാത്രിയിൽ മൂടിവെക്കാത്ത ഭക്ഷണത്തിലൂടെ പ്ലാഗ് പോലെയുള്ള പകർന്നു പിടിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റെസ്റ്റോറന്റുകാർ അല്ലാഹുവിനെ പേടിക്കേണ്ടവരാണ്. ജനങ്ങളുടെ ആരോഗ്യമായി മാറാൻ പോകുന്ന ഭക്ഷണമാണ് നിങ്ങൾ കൊടുക്കുന്നത്. ജനങ്ങളുടെ ഇബാദത്തിന് കാരണമാകുന്ന ഉന്മേഷം കിട്ടുന്ന ഭക്ഷണമാണ് നിങ്ങൾ കൊടുക്കുന്നത്. അവരുടെ ആരോഗ്യമാണ് നിങ്ങൾ കളിക്കുന്നത്. അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നല്ല ഹൈജീൻ നമ്മുടെ കിച്ചണുകളിൽ, നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്നവർ ഹെയർനെറ്റ് ഉപയോഗിക്കുന്നത്, കൈകളിൽ ഗ്ലൗസ് ഉപയോഗിക്കുന്നത്, വൃത്തിയായി പാത്രങ്ങൾ കഴുകിയെടുക്കുന്നത്, കിച്ചൺ വൃത്തിയായി സൂക്ഷിക്കുന്നത്, അഴുക്കുകളില്ലാതിരിക്കുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു കൂലി തരുന്ന ഇബാദത്തിന്റെ വിഷയങ്ങളാണ്. അല്ലാഹുവിന് കൂലി കിട്ടും. എന്തിനാണ് ഇതൊക്കെ? രോഗം വരാതിരിക്കാൻ, രോഗത്തെ പ്രതിരോധിക്കാൻ. നമുക്കിഷ്ടം പോലെ ഡയാലിസ് സെന്ററുകൾ ഇവിടെയുണ്ട്, ഡയാലിസ് കേന്ദ്രങ്ങളുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന എത്രയോ കേന്ദ്രങ്ങളുണ്ട്. കിഡ്നി ചികിത്സ ചെയ്യുന്നത്, കിഡ്നി ശുദ്ധിയാക്കുന്നത്. ആദ്യമായി ആലോചിക്കണേ, നമ്മുടെ വീടുകളിൽ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണോ? വെള്ളം ശുദ്ധമല്ലാതിരുന്നാൽ കിഡ്നിക്ക് അസുഖം വരും. ശരീരത്തിന് ആവശ്യമായ നല്ല വെള്ളം നമ്മൾ കുടിക്കാതിരുന്നാലും കിഡ്നി തകരാറിലായി പോകും. അതൊന്നും ചെയ്യാതെ രോഗം വന്നാൽ പിന്നെ നമ്മൾ ഓടുകയാണ് ഡോക്ടറുടെ അടുത്തേക്ക്. പ്രതിരോധം ചെയ്യണമെന്ന് ശറഅ് പറഞ്ഞു പരിശുദ്ധ ദീനുൽ ഇസ്ലാം. എന്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല? നമ്മുടെ കിണറുകൾ, നമ്മുടെ പരിസരത്തുള്ള സെപ്റ്റിക് ടാങ്കുകളിൽ നിന്ന് എത്ര മീറ്ററേ ദൂരമുള്ളൂ? ഒന്ന് നോക്കുക. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കും. വല്ല അണുക്കളുണ്ടോ നമ്മൾ കുടിക്കുന്ന കിണർ വെള്ളത്തിൽ? അതിന് എത്ര ചെലവായാൽ എന്താ? നമ്മുടെ ജീവിതത്തിന്റെ അവസാന കാലത്തിലോ മറ്റോ ലക്ഷങ്ങൾ കെട്ടിവെച്ച് ചികിത്സ നടത്തി അതുപോലും ഫലപ്രദമാവാതെ അല്ലാഹു തന്ന ശരീരം നശിപ്പിച്ച് മരണത്തിന് കീഴടങ്ങുന്നതിനേക്കാളും നല്ലത് ഈ പ്രതിരോധമാണ്. ഇത് പഠിപ്പിക്കുകയാണ് ശറഅ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ ജനങ്ങൾ ശപിക്കുന്ന 3 സ്ഥലങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണേ. ജനങ്ങൾ ശപിക്കുന്ന, ജനങ്ങൾ ശാപമുണ്ടാക്കുന്ന, ജനങ്ങൾ ശാപവാക്കുകൾ പറയുന്ന 3 സ്ഥലങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. വെള്ളമൊഴുകി വരുന്ന സ്ഥലങ്ങളിൽ, തോടുകളിൽ, പുഴകളിൽ മൂത്രമൊഴിക്കുന്നത് നിങ്ങളത് ചെയ്യരുത്. ജനങ്ങളത് അറിഞ്ഞാൽ നിങ്ങൾ ശപിക്കും. ശപിക്കൂലേ? തണലുള്ള സ്ഥലങ്ങളിൽ, വൃക്ഷത്തിന്റെ തണലുകളിൽ, ജനങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിൽ പോയി മൂത്രമൊഴിക്കാൻ പാടില്ല. ബസ് സ്റ്റാൻഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇവിടെ മൂത്രമൊഴിക്കരുത്. അവിടെ ഉണ്ടാകും തുണി വൃത്തി പിടിച്ചിട്ട് ഓരോരുത്തർ. സുബ്ഹാനല്ലാഹ്. ബസ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും യാത്രക്കാരും ബസ് സ്റ്റാൻഡിന്റെ മറവിലേക്കാണ് പോവാണ്. മറവൊന്നുമില്ലൊരു എന്താണ് മറവ്? അല്ലാഹു അഅലം. ഇവിടെ മൂത്രമൊഴിക്കുന്നത് എഴുതിയിട്ടുണ്ട്. ഇവിടെ തുപ്പരുതാണ്, അവിടെ തുപ്പണം എന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നത്. ഇവിടെ മൂത്രമൊഴിക്കുന്ന ഇവിടെ തന്നെയാണ് ഒഴിക്കേണ്ടത്. ആരോടായി വൈരാഗ്യം തീർക്കണത്? മുസ്ലിമീങ്ങൾ ഇത് ചെയ്യാൻ പാടില്ലേ? നമ്മൾ ചെയ്യരുത്. നമ്മുടെ ശറഅ് ഭയങ്കരമാണ്. ഇസ്ലാം എന്ന് നമ്മൾ എന്ത് വിചാരിച്ചു? പള്ളിയിൽ പോയി നിസ്കരിക്കലും ഉംറയും ഹജ്ജും ഇതുള്ളൂ ഇസ്ലാം? ഇസ്ലാം ഭയങ്കരമാണ്. ഇതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ പോകുന്ന വഴിവക്കുകളിൽ നിങ്ങൾ മൂത്രമൊഴിക്കാൻ പാടില്ലാതെ ജനങ്ങൾ ശപിക്കുന്ന വിഷയമാണ്. പിന്നെണ്ടോ വേസ്റ്റ് എറിഞ്ഞു പോകുന്നത്, ചിക്കൻ പാർട്സിന് വേസ്റ്റ് ഒക്കെ ഇട്ട് പോകുന്നത്? ഗുരുതരമായ തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്. നാടുകളിൽ ആരോഗ്യം ഉണ്ടാവാനും രോഗികളുടെ എണ്ണം കുറയുവാനും ജനങ്ങൾക്ക് ആരോഗ്യമുള്ള, സുരക്ഷിതത്വമുള്ള നല്ല ചുറ്റുപാടുകൾ ഉണ്ടാകാനും 3 സ്ഥലങ്ങളിൽ നിങ്ങൾ വിസർജ്യങ്ങൾ ചെയ്യരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1 വെള്ളമുള്ളിടത്ത്, 2 തണലുള്ളിടത്ത്, ബസ് സ്റ്റാൻഡിലാവാം, ബസ് സ്റ്റോപ്പിലാവാം. 3 വഫീ ത്വരീഖിൻ നാസ്, ജനങ്ങൾ കടന്നു പോകുന്ന വഴിവക്കുകളിൽ മൂത്രമൊഴിക്കരുത്. ആര് പറഞ്ഞു? നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ അങ്ങാടികളിലും റോഡുകളിലുമുള്ള ചപ്പ് ചവറുകളും വേസ്റ്റുകളും നമ്മൾ മാറ്റിയെടുക്കേണ്ടതല്ലേ? ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബുത് ത്വയ്യിബ, അല്ലാഹു നല്ലവനാണ്, നല്ലത് അല്ലാഹുവിന് ഇഷ്ടമാണ്. നദീഫുൻ യുഹിബ്ബുൻ നദാഫ, നബി തങ്ങളായി പറയുന്നത് അല്ലാഹു വൃത്തിയുള്ളവനാണ്, വൃത്തി അല്ലാഹുവിന് ഇഷ്ടവുമാണ്. നിങ്ങളുടെ മുറ്റം നിങ്ങൾ വൃത്തിയാക്കണേ എന്ന് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം മുറ്റം അടിച്ചു വാരുന്നത് ഒരു ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന വിഷയമാണ്. നിങ്ങളുടെ മുറ്റം വൃത്തിയാക്കണം, അവിടുത്തെ കളകൾ നിങ്ങൾ പറിച്ചെടുക്കുന്നത്, വീടിന്റെ പരിസരങ്ങൾ വൃത്തിയാക്കുന്നത് ഒരു മുസ്ലിമിന്റെ സംസ്കാരമാണ്. വദൂറക്കും, നിങ്ങളുടെ വീടുകൾ വൃത്തിയാക്കണം. അങ്ങനെയാണ്. ചിലപ്പോൾ പെയിന്റൊക്കെ ഒരുപാട് പഴകിപ്പോയെങ്കിൽ അള്ളാഹു നിഅമത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ പെയിന്റ് അടിക്കാം. തുരുമ്പ് വന്ന് കിടക്കുകയാണ് മതിൽ, അല്ലെങ്കിൽ തുരുമ്പ് വന്ന് കിടക്കുകയാണ് ഗേറ്റ്, ആരെങ്കിലും കൈതട്ടിയാൽ പോയിസനായി പോകും. ഒന്ന് മാറ്റിയിട്ട് നല്ലത് വെക്കുക, കൂലി കിട്ടും നല്ല നിയത്തോടു കൂടെ ചെയ്താൽ. നമ്മൾ ചെയ്യും, ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇന്ന് ഗസ്റ്റ് വരുന്നുണ്ട് എന്നാൽ പിന്നെ ബാത്റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുക. പെണ്ണുങ്ങൾ വല്ലാണ്ട് തിരക്ക് പിടിച്ചിട്ട് അന്ന് ബെഡ്ഷീറ്റ് മാറ്റും, അന്ന് അവര് കിച്ചൺ വൃത്തിയാക്കും, ബാത്റൂം വൃത്തിയാക്കും, പാത്രങ്ങൾ വൃത്തിയാക്കും. ഇന്ന് അതിഥികൾ വരുന്നുണ്ട്, അത് പെണ്ണുങ്ങളുണ്ടെങ്കിൽ പറയും വേണ്ട, അവർക്ക് 4 കണ്ണായിരിക്കും എന്നുള്ളത് എല്ലാം വൃത്തിയാക്കാം. നല്ല കാര്യമാണ് പെണ്ണുങ്ങളെ, പക്ഷെ അള്ളാഹുവിന് കൂലി കിട്ടൂല. നിങ്ങൾ ചെയ്തത് ആ വിരുന്നുകാർക്ക് വേണ്ടി മാത്രമാണ്. ആ പണി ചെയ്യുന്ന കൂട്ടത്തിൽ അല്ലാഹുവേ ഇന്നക നദീഫുൻ തുഹിബ്ബുൻ നദാഫ, നീ വൃത്തിയുള്ളവനാണ്, നിനക്ക് വൃത്തി ഇഷ്ടമാണല്ലോ റബ്ബേ, അതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. അതിന്റെ കൂട്ടത്തിൽ വിരുന്നുകാർക്കും അല്ലാഹുവിന് വേണ്ടി ചെയ്താൽ അതിന് കൂലിയുണ്ട്. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കല്യാണത്തിന് പെയിന്റ് അടിച്ചു, എന്തിന്? നാട്ടുകാരെ വരുമ്പോ ഒന്നും പറയണ്ട, അതിന് കൂലി കിട്ടൂല, പെയിന്റിന്റെ പൈസ നഷ്ടമായി പോകും. അള്ളാഹുവിന് ഇഷ്ടമാണ് വൃത്തിയാക്കൽ, എന്നാ ഞാൻ വൃത്തിയാക്കട്ടെ, ഒരു പുതിയ പെയിന്റ് ഒക്കെ അടിച്ചു പിറക്ക്, അതിന് കൂലി കിട്ടും. ഇത് അത്ര വ്യത്യാസം ഒരൊറ്റ നിയ്യത്തിന്റെ കാര്യമാണ്. ഹബീബായ തങ്ങൾ പറയുന്നു, വലാ തശബ്ബഹു ബിൽ യഹൂദ് അല്ലതി തജ്മഉൽ അക്ബാദ ഫീ ദൂരിഹാ, നിങ്ങൾ ജൂതന്മാരുടെ കൂടെ പോവരുത്, ജൂതന്മാരെ പോലെ ആയി പോവല്ലേ. അവർ വീടുകളിൽ മാംസം അങ്ങനെ അറുത്തതിന്റെ ശേഷം കൊണ്ടുവന്ന് വെക്കുന്നവരാണ്, ഫ്രിഡ്ജിലല്ല റൂമിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കുന്നവരാണ്. അന്നത്തെ കാലത്ത് അതിൽ ചോര ഒലിക്കും, വീടുകളിൽ മോശമായ ദുർഗന്ധമുണ്ടാകും. നിങ്ങൾ അവരെ പോലെ ആവരുത് എന്ന് പറഞ്ഞാൽ, വല്ല ഫ്രിഡ്ജൊക്കെ നമ്മള് മാംസം കൊണ്ടുപോയി വെക്കുന്ന ഫ്രിഡ്ജുണ്ടെങ്കിൽ ഇടക്കൊക്കെ 2 മാസം കൂടുമ്പോഴേ എല്ലാം എടുത്തു മാറ്റി ഒന്ന് വൃത്തിയാക്കുക, കൂലി കിട്ടും. ദുർഗന്ധം വരാനായിട്ടുണ്ടെങ്കിൽ ഒന്ന് വൃത്തിയാക്കുക. ഫ്രിഡ്ജിന്റെ ഉള്ളിലൊക്കെ ഫ്രീസറും മറ്റൊക്കെ ഉണ്ടെങ്കിൽ, അതൊക്കെ ഇപ്പോൾ ഇല്ലാത്ത വീടുകളുണ്ടോ, ഒന്ന് വൃത്തിയാക്കുക, അതിനും കൂലി. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഓവനൊന്ന് വൃത്തിയാക്കി അതിനും പ്രതിഫലം, ഡ്രൈനേജുകളൊന്ന് വൃത്തിയാക്കി അതിനും കൂലി. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, മൻ സമ്മല്ലാഹ വറഫഅ ഹജറ, ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് ഒരു കല്ലൊരാൾ കൈകൊണ്ട് ഉയർത്തിയാൽ, ഔ ഷജറൻ, അല്ലെങ്കിൽ ഒരു മരക്കഷ്ണം വഴിയിൽ നിന്ന് ഉയർത്തി ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് ഒരു മരക്കഷ്ണം, ഒരു കമ്പ്, ഒരു മരമങ്ങ് വീണിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് സന്നദ്ധരായ ചെറുപ്പക്കാർ ഇറങ്ങി ചെന്നിട്ട് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് അത് കഷ്ണമാക്കി റോഡിൽ നിന്ന് മാറ്റിയെടുക്കുന്നു. ഔ അദമൻ മിൻ ത്വരീഖിൻ നാസ്, ജനങ്ങൾ പോകുന്ന വഴിയിൽ നിന്ന് ഒരു എല്ലിൻ കഷ്ണം അല്ലാഹുവിന്റെ പേര് പറഞ്ഞ് ആരെങ്കിലും കൈകൊണ്ട് എടുത്തു മാറ്റിയാൽ എന്ത് കിട്ടുന്ന കേൾക്കണേ, മശാ വഖദ് സുഹ്സിഹ നഫ്സുഹു അനിന്നാർ, അവനാ നടന്നു പോകുമ്പോ അവനറിയണം നരകത്തിൽ നിന്ന് അവന്റെ ശരീരം അല്ലാഹു ദൂരെയാക്കിയിരിക്കുന്നു. ആ മനുഷ്യന്റെ നരകമില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കല്ല്, ഒരു കുപ്പിച്ചില്ല്, കാലിന് മുറിവാവുന്ന എന്തെങ്കിലും ഒരു സാധനം, ഒരു മരത്തടി, ഒരു ടയറിന്റെ ഏതെങ്കിലും അവശിഷ്ടങ്ങള്, വണ്ടിയിൽ നിന്ന് ചാടിപ്പോയ ഏതെങ്കിലും ഒരു പെട്ടി, ഒരു ഓട്ടോറിക്ഷ അതിന്റെ മീതെ കയറിപ്പോയാൽ അത് മറിഞ്ഞു പോയേക്കും. ഒന്ന് സൈഡാക്കിയിട്ട് അതങ്ങ് എടുത്തു മാറ്റുക, ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് എടുത്തു മാറ്റുക. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നരകത്തിൽ നിന്ന് ശരീരം രക്ഷപ്പെടുത്താൻ ചില ആളുകൾക്ക് അത് സഹായകമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടെ പറയട്ടെ, അൽ ബുസാഖു അലാ തുരീഖിൻ നാസ്, ജനങ്ങൾ പോകുന്ന വഴിയിൽ തുപ്പരുതെന്ന് നബി തങ്ങൾ പറയാറുണ്ട്. അൽ ബുസാഖു അലാ തുരീഖ്, അൽ ബുസാഖു അലൽ അർളി ഖതീഅത്തുൻ വകഫാറതുഹാ റദ്മുഹാ, കാർക്കിച്ച് തുപ്പുന്ന ഏർപ്പാടുകൾ. റമദാൻ മാസം വരുമ്പോൾ ഫയർഫോഴ്സിന്റെ മണൽ കൊണ്ടുവന്ന പോലെ പള്ളിന്റെ സൈഡിലൊക്കെ തുപ്പിയിട്ട് നിറച്ചിട്ട് അത് കണ്ടാ ഛർദ്ദിക്കാൻ വരൂലേ? എന്ത് അസുഖം നമുക്ക് അല്ലാഹു ആലം. റമദാൻ നോമ്പ് വിളിക്കാൻ 4 ആൾ അറിയിക്കുന്ന നിർബന്ധമുള്ള പോലെ തുപ്പിയിട്ട്
നിറക്കാണ്. നമ്മൾ അങ്ങനെ മണൽ കൊണ്ട് നിൽക്കുന്ന ഫയർഫോഴ്സ് ഒക്കെ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പുട്ട് ഓഫ് ചെയ്യാൻ ഈ മണൽ ഉപകരിക്കുന്ന കണ്ടിട്ടില്ലേ? നമ്മുടെ പെട്രോൾ പമ്പിലൊക്കെ പള്ളികളൊക്കെ ഉപ്പുണ്ടോന്ന് അറിയില്ല, മുമ്പൊക്കെ ഉണ്ട്. ചിലരൊക്കെ പള്ളികളുടെ വാതിലിന്റെ ജനലിന്റെ അടുത്ത് തുപ്പിയിട്ട് നിറക്കുക. എത്ര വലിയ അപകടമാണതെന്നറിയോ? നമ്മുടെ ശരീരത്തിലെ അണുക്കളാണ് നമ്മൾ ഈ തള്ളുന്നത്. അതിൽ പോകുന്നവരെ കാറ്റടിച്ചാൽ ഒരു അസുഖമില്ലാത്ത മനുഷ്യന്റെ ശരീരത്തിലേക്ക് അത് കടന്നു വരികയാണ്. നിബിധങ്ങൾ പറഞ്ഞു, നിങ്ങൾ പബ്ലിക് പ്ലേസുകളിൽ തുപ്പരുത്. തങ്ങൾ പറയാൻ ഭൂമിയിൽ തുപ്പുന്നത് കുറ്റമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിൽ ഒരാൾ തുപ്പിയാൽ ആ തുപ്പിയ തെറ്റിന്റെ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ആ തുപ്പിയത് മായ്ച്ചു കളയലാണല്ലെങ്കിൽ മണ്ണുകൊണ്ട് അതിനെ മൂടിവെക്കലാണ്. മനുഷ്യന്മാർ കാണുന്ന രീതിയിൽ കാർക്കിച്ചു തുപ്പരുതേ, തുപ്പി നടക്കരുതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറബികളുടെ മുമ്പിലൊക്കെ അങ്ങനെ തുപ്പിയുണ്ടല്ലോ, ചിലപ്പോൾ അടി കിട്ടും. ഹാ എന്നൊക്കെ പറഞ്ഞ് നമുക്കുണ്ടല്ലോ ഒരു തുപ്പല്. കൂട്ടത്ത് പറയാൻ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ വീടുകളിലൊക്കെ ഡൈനിങ് ഹാളിന്റെ അടുത്ത് വാഷ് ബേസിൻ ഉണ്ടാവും അല്ലേ? അവിടെ ആൾക്കാരിങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ഭക്ഷണം കഴിച്ച് പോയവൻ കൈ കഴുകാൻ വേണ്ടി വാഷ് ബേസിലേക്ക് പോയതാ. അവിടെ ഉണ്ടാകും ഒരു കളകളാന്ന് പറഞ്ഞിട്ട് വായിലേക്ക് കൈയിട്ടിട്ട് ഹാ 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 എന്ന് പറയും. ഇവിടെ ഇപ്പുറത്തെ ഭക്ഷണം തിന്നുന്നുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കുക, ഇവിടെ വായിട്ടിട്ട് ശബ്ദം ഉണ്ടാക്കുക. എന്തൊരു വൃത്തികേട്! ഇതൊക്കെ നീ എങ്ങനെ നമുക്ക് മനസ്സിലാവുക? നമുക്ക് എന്തുകൊണ്ട് ഇത് അറിയുന്നില്ല? എന്തേ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് ഇല്ലാതെ പോയത്? എത്ര വൃത്തികേടാണത്! എന്തൊരു മോശമാണ്! ആളുകൾക്ക് എന്ത് വെറുപ്പാണത്! നമ്മളത് ചെയ്യരുത്. മനുഷ്യന്മാരുടെ മുമ്പിൽ തുപ്പാൻ പാടില്ലെന്നാ. തുപ്പുന്നത് തെറ്റാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുപ്പരുത്. അനിവാര്യമായി വന്നാൽ വെള്ളം ഒഴുകി പോകുന്നിടത്തേക്ക് വാഷ് ബേസിൽ നിങ്ങൾ തുപ്പുന്നു, മെല്ലെ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കണ്ട, തൊണ്ട ഒന്നാകെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ചെയ്യണ്ട. അങ്ങനെയൊന്നും ശറഅ് നമ്മളോട് പറഞ്ഞില്ലല്ലോ, ബുദ്ധിമുട്ടാക്കി ചെയ്യാം. അത് തെറ്റാണ്. അണുക്കൾ വളരുന്നുണ്ട്. അണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കാനത് കാരണമാണ്. വൃത്തിയില്ലാതിരിക്കുന്നതിന് നിമിത്തമായി പോകും. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ തുപ്പിക്കളഞ്ഞാൽ അതിനെ മൂടി വെക്കണം.